25 നവംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ ഏതൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പ്രീവിയസ് ഡേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. അതെടുത്തിട്ട് നമുക്ക് അപ്സൈഡിലേക്ക് നല്ല മൊമെൻറ്റം വരാനായിട്ട് സ്റ്റോക്ക് വാങ്ങാൻ 23,350 താഴേക്ക് വരുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ നല്ല ഹെവി ക്യാൻഡിൽസ് ആയിട്ടാണ് പോയത്, നല്ല മൊമെൻ്റാണ്. അതുപോലെ അപ്സൈഡും ലിക്വിഡിറ്റി നിഫ്റ്റി ഡെയിലിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിലുണ്ട്, ഓൾറെഡി എടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഇവിടെയുണ്ട്, നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് നിഫ്റ്റിയിലൊക്കെ. ഇതിൻ്റെ മുകളിൽ ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഓൾറെഡി അങ്ങനെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി എടുത്തതിനോട് നല്ല അപ്സൈഡ് മൂവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ലെവൽസ് പ്രോപ്പറായിട്ടില്ല 15 മിനിറ്റ്സ് ലെവൽസൊക്കെ ഒന്ന് നോക്കി നോക്കാം, ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ പറ്റിയ. ഈ ലെവൽ ഓൾറെഡി ടാപ്പ് ചെയ്തുകൊണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ലെവലാണ്. 23,800 താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം നിഫ്റ്റിയിൽ. അതുപോലെ കുറച്ച് താഴെയുണ്ട്, ഒരു ഇൻറ്റേർണൽ ലെവൽസൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഏറ്റവും താഴെയാണ് ഇൻറ്റേർണൽ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലെവലുണ്ട് 23,661. ഈ രണ്ട് ലെവലുമാണ് അപ്സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ. ഇതിൻ്റെ താഴെയും ഏരിയാസ് ഉണ്ട്. ഈ ലെവൽ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. 23,447, 23,661, 23,800. ഇതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഈ ഫസ്റ്റത്തെ ഈ ഒരു ലിക്വിഡിറ്റിന് താഴെയാണ് ഓപ്പൺ ആവുന്നെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കുള്ള ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യാം. ഇനി ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയിൽ നോക്കാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ 24,537 മുകളിലാണ്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിലാണ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. പിന്നെ 24,000 മുകളിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 24,000 മുകളിലൊക്കെ ആയിട്ട് ലിക്വിഡിറ്റി ഏരിയ വരാൻ ചാൻസ് ഉണ്ട്. അവിടെ ഈ ഒരു 23,992 അതിൻ്റെ 24,000 മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് അപ്പ് സൈഡ് പോകുമ്പോൾ ചെറിയൊരു പുൾ ബാക്ക് തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പം ഏരിയാസ് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയാസാണ് ഉള്ളത്. അപ്പ് സൈഡ് മുകളിൽ 24,000 മുകളിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഡൗൺ സൈഡിലേക്കും ആയിരിക്കും. 23,800 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ അപ്പ് സൈഡിലേക്കും ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ ട്രേഡ് ചെയ്യുക. സെക്കൻഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ വെച്ചിട്ടായിരിക്കും നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതുപോലെ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ട് നല്ല മൂവ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക് തരുന്നുണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിലാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് 52,577. ആ ലെവലിൽ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്കായിരിക്കും. ഇനി 50 മിനിറ്റ്സ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറയുമ്പോൾ 50 മിനിറ്റ്സിൽ ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ഏരിയയാണ് 50,894. ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. അതുപോലെ അതിൻ്റെ താഴെയും ഉണ്ട് 50,608. ഇപ്പോൾ സെയിം ഡേ ഇന്നലത്തെ ദിവസം ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ബാങ്ക് നന്നായിട്ട് മൂവ്മെൻറ്റം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 1 മിനിറ്റിൽ പ്രൈസ് ആക്ഷനൊന്നും എൻട്രി തന്നിട്ടില്ല. നല്ല അപ്സൈഡ് സെയിം ഡേ ക്രിയേറ്റ് ചെയ്ത ലെവലിൽ നിന്ന് മാർക്കറ്റ് നന്നായിട്ട് പറന്ന് പോയിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ മാത്രമാണ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറഞ്ഞാൽ 50,894 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട്. ഇനി എന്താ പറയുക, ഡൗൺ സൈഡിലേക്ക് 50 മിനിറ്റ്സിൽ നോക്കാൻ പറ്റിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണുള്ളത്. ഇവിടെ 2 ഏരിയ ഉണ്ട്, അടുപ്പിച്ചിട്ടുണ്ട്. 51,364 51,364 മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം. അതിന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആകുകയോ അല്ലെങ്കിൽ ഓപ്പൺ ആയതിനു ശേഷം അങ്ങോട്ടാണ് ആദ്യം പോകുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് അവിടെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഡൗൺ സൈഡിലേക്കുള്ളതും താഴെ വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ളതുമാണ് പ്ലാനിങ് നടക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ ഡെയിലിയിലെ ലിക്വിഡിറ്റി ഏരിയാസൊക്കെ നമ്മൾ നോക്കിയേക്കുന്നത് എപ്പോഴും നല്ലതാണ്. എനിവേ ഈ ഏരിയാസാണ് നിഫ്റ്റിയിലും ബാങ്കിലുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയ 25th ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന. എനിവേ താങ്ക് യു, ബൈ.